ക്രിസ്തുവിലൂടെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരു തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായും പരീക്ഷകൾക്കായി വന്നിരിക്കുന്നു ഈ മക്കളെയും ഈ സമയം നാളെ മുതൽ ആരംഭിക്കുന്ന ഞങ്ങളെല്ലാവരും അതെഴുതി നല്ല വിജയം കരസ്ഥമാക്കുവാൻ ഞങ്ങൾ നടക്കണമേ. ഈശോയെ, ഈ മക്കളുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഈ പഠനോപകരണങ്ങളെ വിശദീകരിക്കണമേ. പ്രതിഷ്ഠമാക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പരീക്ഷ നമ്മൾ ഈ പഠനോപകരണങ്ങൾ വിഭജിക്കുകയാണ്. പ്രാർത്ഥനകൾ ഈ നിമിഷങ്ങളിൽ ആയിരിക്കും. എൻ്റെ അപ്പനോടും അമ്മയോടും സ്നേഹം പങ്കിടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ കൂട്ടുകൂടുന്ന എന്നോട് സ്നേഹത്തോടുകൂടിയായിരിക്കുന്ന ഒരു വിശുദ്ധമായ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ സഭയിലെ നോമ്പുകാലം ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. പൈശാചികമായ പ്രേരണകളുടെ 3 പരീക്ഷണങ്ങളെ ദൈവത്തിന്റെ വചനം കൊണ്ട് എതിരിട്ട പൊന്നുതമ്പുരാന്റെ ജീവിതത്തെ ധ്യാനിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഏതൊരു നോമ്പുകാലത്തിലും നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞകളുണ്ട്, എന്തെങ്കിലുമൊക്കെ ത്യാഗപ്രവൃത്തികളുണ്ട്. ഓരോ നോമ്പിലും ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് വെക്കുമ്പോൾ അത് ഈശോയ്ക്ക് ഏറ്റവും സ്വീകാര്യമായ ബലികളായിട്ട് രൂപപ്പെടും. ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നത്തെ കരങ്ങളെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുമിച്ച് പരീക്ഷയുടെ വലിയ വിജയങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലെങ്കിൽ ആ വലിയ വിജയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ എടുക്കാനായിട്ട്, അതേറ്റവും നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഇഷ്ടങ്ങളാണെങ്കിൽ, നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷാ കാലത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതോടൊപ്പം മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഏതൊരു പരീക്ഷയുടെയാണെങ്കിലും പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണെങ്കിലും. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും സഹനങ്ങളും ഒക്കെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുമ്പം പക്വതയോടുകൂടി, പാകതയോടുകൂടി, സൗമ്യതയോടുകൂടി എതിരിടുവാനുള്ള വലിയ വിശുദ്ധിക്ക് വേണ്ടി കൂടി പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ആരുടെങ്കിലൊക്കെ വെറുപ്പുണ്ടെങ്കിൽ, ആരുടെങ്കിലൊക്കെ വൈരാഗ്യമുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാനായിട്ട്, പൊറുക്കാനായിട്ട്, ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു വാക്കിനാല്, നമ്മുടെ ഒരു കൊച്ചു പ്രവൃത്തിയാല് ആരെങ്കിലൊക്കെ വിഷമിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മാപ്പ് പറയാൻ നമുക്ക് സാധിക്കണം. കാരണം പരീക്ഷ എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ
ആരോടും പകയുണ്ടാകാൻ പാടില്ല, ആരോടും ഇഷ്ടക്കേടുണ്ടാകാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മുറിമുറുപ്പുകളോ അസ്വസ്ഥതകളോ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ എല്ലാം ഈശോയെ നീ ദൂരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മാതാപിതാ ഗുരു ദൈവം എത്രയോ വട്ടം നമ്മൾ ആവർത്തിച്ച് ധ്യാനിച്ചിട്ടുള്ള, ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ചിന്തയാണ്. മാതാപിതാക്കള്, ഗുരുക്കന്മാര്, ദൈവതുല്യര് അപ്പനോടോ അമ്മയോടോ എപ്പോഴെങ്കിലും ഇഷ്ടക്കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചോട്ട് പശ്ചാത്തപിക്കണം. ഇത് ആരാധനയുടെ പുണ്യമായ നിമിഷങ്ങളാണ്. ഒരുപക്ഷെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് അശുദ്ധമായ ചിന്തകൾക്ക് പുറകെ പോയിട്ടുണ്ടെങ്കിലും, മദ്യത്തിനോ മറ്റു ലഹരി വസ്തുക്കൾക്കോ ഒരുപക്ഷെ ചീത്ത കൂട്ടുകെട്ടിന്റെ പേരിലൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീരാശാപമായിട്ട് നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അത് വരാതിരിക്കണമെങ്കിൽ